ഹായ്, ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കുന്നത് ഒരു റംസാൻ സ്പെഷ്യൽ ഡ്രിങ്ക്സ് ആണ്. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ആരെങ്കിലും ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ചേരുവകൾ എന്തെല്ലാമെന്ന് നോക്കാം. ഇത് ബട്ടർ സ്കോച്ച് എസൻസ് ആണ്. അതുപോലെ ബദാം എസൻസ്, പിസ്ത എസൻസ്, പിന്നെ ഒരു ക്യാരറ്റ് നന്നായി സ്ലൈസാക്കി ചെറിയ പീസാക്കി എടുത്തതാണ്. അതുപോലെ ആപ്പിള് ഒരെണ്ണം, അതും ചെറുതായി കട്ട് ചെയ്തെടുത്താണ്. ഒരു അനാറ് അല്ലെങ്കിൽ ഉറുമാമ്പഴം പൊളിച്ചെടുത്താണ്. പിന്നീട് ആവശ്യമുള്ളത് സേമിയ, ഒരു 100 ഗ്രാം സേമിയ ആണ് ആവശ്യമുള്ളത്. 100 ഗ്രാം സേമിയ അത് വേവിച്ചെടുക്കേണ്ടതുണ്ട്. അതുപോലെ കസ്റ്റാർഡ് പൗഡർ, പാല്, ഒരു പാക്ക് പാല് 1/2 ലിറ്ററാണ്. അതുപോലെ മൈദ ഒരു 2 സ്പൂൺ മതിയാവും. ഇത് എങ്ങനെ നമുക്ക് തയ്യാറാക്കാമെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ഈ എടുത്തു വെച്ചിട്ടുള്ള സേമിയനിലേക്ക് അല്പം വെള്ളം ഒഴിച്ചു കൊടുത്ത് ഒന്ന് നന്നായി തിളപ്പിച്ച് വേവിച്ചെടുക്കേണ്ടതായിട്ടുണ്ട്. ഈ സേമിയനെ ഒന്ന് വേവിച്ചെടുക്കണം. ഞാനിപ്പോൾ ഇവിടെ ചെയ്തിട്ടുള്ളത് വെള്ളവും സേമിയവും ഒന്നിച്ച് വെച്ച് തിളപ്പിച്ചെടുക്കുകയാണ്. പക്ഷേ അങ്ങനെയല്ല അത് ചെയ്യേണ്ടത്. അത് വെള്ളം തിളച്ചതിന് ശേഷം സേമിയം ഇട്ട് വേവിക്കുകയാണ് വേണ്ടത്. അങ്ങനെ ആകുമ്പോൾ ഒന്നും കൂടെ സുഖമായിരിക്കും. മറ്റേതെല്ലാം കൂടെ അടയാവുന്നൊരു രൂപമാണ് വരുന്നത്. പാൽ വെച്ചിട്ടുണ്ട്. പാലിതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കണം. അതാവുമ്പോഴേക്ക് നമുക്ക് കസ്റ്റാർഡ് പൗഡർ റെഡിയാക്കി വെക്കാം. ഒരു 2 ടീസ്പൂൺ കസ്റ്റാർഡ് പൗഡർ ഇട്ട് അതിലേക്ക് വെച്ചിട്ടുള്ള പാല് ഏകദേശം ഒന്ന് ചൂടായിട്ടുണ്ട്. അപ്പോൾ അത് എടുത്തിട്ട് അതൊന്ന് ലയിപ്പിക്കണം. ആ പാലിലൊന്ന് ലയിപ്പിച്ചെടുക്കുകയാണ്. നന്നായി ഒന്ന് മിക്സാക്കി അതുപോലെ തന്നെ നമുക്ക് മൈദയും ഒന്ന് ലയിപ്പിച്ചെടുക്കണം. ഇതിൽ രണ്ടിലേതെങ്കിലും ഒന്നായാലും മതി. കസ്റ്റാർഡ് പൗഡർ മാത്രമായാലും കുഴപ്പമില്ല. ഞാനൊന്നും കൂടെ ഒരു തിക്ക് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് മൈദയും കസ്റ്റാർഡും എടുത്തിട്ടുള്ളത്. ഇതൊരു ഓപ്ഷണലായിട്ടുള്ളതാണ്. വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം, അല്ലെങ്കിൽ യൂസ് ചെയ്യാം. അപ്പോൾ നമ്മുടെ പാല് ഒന്ന് തിളച്ച് വരുന്നുണ്ട്. നന്നായി തിളച്ച് വന്നുകൊണ്ടിരിക്കുകയാണ്. ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. അത് കണ്ടോ, ശരിക്കായി വരുന്നുണ്ട്, ഒന്ന് തിളച്ചിട്ടുണ്ട്. നമുക്കിനി എടുത്ത് വെച്ചിട്ടുള്ള കസ്റ്റാർഡും അതുപോലെ മൈദയും ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എടുത്ത് വെച്ച മൈദയാണ്. കസ്റ്റാർഡ് പൗഡർ, നമ്മൾ ലയിപ്പിച്ച് വെച്ച കസ്റ്റാർഡ്, അതും അതിനകത്ത് ഒഴിച്ചു. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇനി നമുക്ക് റെഡിയായി നിൽക്കുന്ന ഈ സേമിയൻ ഒന്ന് കളർ മിക്സ് ചെയ്തെടുക്കാം. കളറ് ബദാം കളർ. ഇതിപ്പോൾ നമ്മൾ 3 ഗ്ലാസ് ചെയ്യുന്നതുകൊണ്ടാണ് കേട്ടോ. ഇതിനൊന്ന് 3 തരത്തിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ 3 കളറായിട്ട് അങ്ങനെ ചെയ്യുന്നത്. അതിപ്പോൾ ഏതാ ഒരു ഐറ്റം മതിയെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇതിപ്പോൾ 3 എണ്ണം ചെയ്യാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. പിസ്ത, ബട്ടർ സ്കോച്ച്, ബദാം, അങ്ങനെ 3 ഗ്ലാസ്സിലാക്കി ചെയ്യാനാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തത്. അത് ഒരെണ്ണമാണെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇതിനെ നമുക്ക് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. കംപ്ലീറ്റ് ഒന്ന് കവർ ചെയ്ത് അതുപോലെ ആയിരിക്കണം. ഇനി നമുക്ക് ഇത് സെർവ് ചെയ്യാം. ഗ്ലാസ്സിലോട്ട് ഒന്ന് ചെയ്തെടുക്കാം. കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ആപ്പിള് എല്ലാ ഗ്ലാസ്സിലും ഒരുപോലെ ഇട്ടിട്ട്, ആപ്പിള്, അനാറ്, ക്യാരറ്റ് എല്ലാം ഒരേപോലെ എല്ലാ ഗ്ലാസ്സിലും
നമുക്ക് പിസ്തയുടെ മിക്സായിട്ടുള്ള സേമിയ ഒന്നിലിട്ട് കൊടുക്കാം. ബദാം മിക്സായിട്ടുള്ള സേമിയനാണ് ഇത്. ബട്ടർ സ്കോച്ചിൻ്റെ മിക്സായിട്ടുള്ള സേമിയ. അങ്ങനെ എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള മിൽക്ക് അത് ഇതിനകത്ത് ഒഴിച്ചു കൊടുക്കാം. നല്ല തിക്കായിട്ടുണ്ട്. ഇനി ഇതൊന്ന് നന്നായി ഇളക്കിയെടുത്താൽ സംഗതി റെഡിയായി, നമ്മുടെ അടിപൊളി ജ്യൂസ്. അപ്പോൾ അങ്ങനെ നമ്മുടെ സ്പെഷ്യൽ ഡ്രിങ്ക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടിപൊളി കിടക്കാച്ച സാധനം കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം.